നമസ്കാരം. ഇന്ന് കുംഭം 1. ഭാഗ്യമാണ്. ബമ്പർ സമ്മാനം വരെ ഈ നക്ഷത്ര ജാതകർക്ക് ലഭ്യമാകും. പലപ്പോഴും നമ്മൾ കേൾക്കുന്ന കാര്യമാണ് സാമ്പത്തികമായി ഒരു ഉയർച്ചയില്ലായ്മ, കടങ്ങൾ പെരുകുന്നു, വരുമാനം കുറയുന്നു, ജീവിതത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ലഭ്യമാകാതെ പോകുന്നു. ദുഃഖിച്ചിരിപ്പാണ്, ഏതൊരു സമയവും ദുഃഖിച്ചിരിപ്പാണ്. ഒരു രീതിയിലും ഒരു പോസിറ്റീവ് എനർജി ജീവിതത്തിൽ ഉണ്ടാകുന്നതേ ഇല്ല. ആഭിചാരദോഷങ്ങളാണോ? ആര് ചെയ്തതിൻ്റെ ഫലമാണ്, ആര് ദോഷം ചെയ്തതിൻ്റെ ഫലമാണ് തൻ്റെ ജീവിതത്തിൽ താൻ ഇത്രമാത്രം അനുഭവിക്കുന്നത്? താനായി ഒരു തെറ്റുപോലും ചെയ്തിട്ടില്ല, ആരെയും ദ്രോഹിച്ചിട്ടില്ല, ആർക്കും ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല. എന്നിട്ടും തൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം അനുഭവിക്കാൻ വേണ്ടിയിട്ട് താൻ എന്ത് തെറ്റ് ചെയ്തു? തീർച്ചയായും നമ്മളിൽ പലരും ചോദിക്കുന്ന ചോദ്യമാണിത്. നിങ്ങളായി ഒരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷേ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ ദുരിതങ്ങളും തൻ്റെ മേൽക്ക് തന്നെ വന്നു പതിയുന്നു. ഒരു രീതിയിലും ഒരു സ്വസ്ഥതയും ഒരു സമാധാനവുമില്ല. ഒന്ന് സന്തോഷമായിട്ട് ഒന്ന് ഉറങ്ങിയിട്ട് എത്ര ദിവസമായി? നന്നായിട്ട് ആഹാരം കഴിച്ചിട്ട് എത്ര ദിവസമായി? മനസമാധാനം ശകലം പോലും കിട്ടുന്നില്ല. നിത്യവൃത്തിക്ക് പോലും പണമില്ലാത്ത ഒരു അവസ്ഥ. ഇതൊക്കെ മാറാൻ പോവുകയാണ്. ഇന്ന് കുംഭം 1. ഭാഗ്യമാണ്. ഒരുപാട് ഉയർച്ചയിലേക്ക് പോകുന്ന 5 നക്ഷത്ര ജാതകരുണ്ട്. ഈ 5 നക്ഷത്ര ജാതകർക്കും ഇനി വരാനിരിക്കുന്ന സമയം ഒരുപാട് അഭിവൃദ്ധിയും നേട്ടങ്ങളും സമ്മാനിക്കുന്നത് തന്നെയാണ്. ചില വഴിപാടുകൾ നടത്തണം, ചില പ്രാർത്ഥനകൾ ചൊല്ലണം, ചില ദൈവങ്ങളെ കൂടെ കൂട്ടുക. തീർച്ചയായും നമുക്ക് ഒരുപാട് അഭിവൃദ്ധി വന്നു ചേരും, ഒരുപാട് നേട്ടത്തിലേക്ക് നമ്മൾ പോകും. നമ്മുടെ സങ്കടങ്ങളൊക്കെ മാറിക്കിട്ടും. അങ്ങനെ ഭഗവാനെ കൂട്ടുപിടിച്ച് നമ്മൾ മുന്നോട്ട് പോകുകയാണ് എങ്കിൽ തീർച്ചയായും നമുക്ക് ഈ ഒരു അവസ്ഥയെ മറികടക്കാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കും. ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നേടിയെടുക്കുവാൻ ഈ ഭാഗ്യശാലികളായ 5 നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും. ഇന്ന് കുംഭം 1. ഭാഗ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഈ നക്ഷത്ര ജാതകർക്ക് ബമ്പർ സമ്മാനം വരെ അടിക്കുവാനുള്ള യോഗം വന്നു ചേരുമെന്ന്. പല ജ്യോതിഷന്മാരെയും പോയി കാണുന്നു, പല ക്ഷേത്രങ്ങളിലും പോകുന്നു, പലവിധ വഴിപാടുകളും നടത്തുന്നു. പക്ഷേ പലപ്പോഴും നിരാശ മാത്രമാണ് ഫലം. ചെയ്യേണ്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും. ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളെയും അകറ്റുവാൻ സാധിക്കും. ജീവിതത്തിൽ ഒരുപാട് അഭിവൃദ്ധിയിലേക്ക്, നേട്ടത്തിലേക്ക് നിങ്ങൾക്ക് എത്തുവാൻ സാധിക്കും. ഈ 5 നക്ഷത്ര ജാതകർക്ക് ഇവിടെ ഇന്നു മുതൽ സംഭവിക്കുന്നത് നല്ല കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ 5 നക്ഷത്ര ജാതകരെ എടുത്തു പറയുന്നതും. ഇവർ പോകേണ്ടതായ ക്ഷേത്രങ്ങളുണ്ട്, ചെയ്യേണ്ടതായ വഴിപാടുകളുണ്ട്. അതൊക്കെ നടത്തി ഇവർ മുന്നോട്ട് പോകുകയാണ് എങ്കിൽ തീർച്ചയായും ഇവർ രക്ഷപ്പെട്ടിരിക്കും. ഇന്ന് കുംഭം 1. അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് ഇന്ന് വന്നു ചേരും. അവരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനത്തിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കുടുംബ ഐശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്താന ലബ്ധിക്കും പ്രാർത്ഥന നടത്തും. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെയും അമ്മ മഹാമായ നടത്തിത്തരും, ഉറപ്പുള്ള കാര്യമാണ്. അന്നപൂർണേശ്വരിയും അഭിഷ്ടവരദായിനിയും ത്രിപുരസുന്ദരിയും പ്രഹ്ലാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന അമ്മയിൽ നിന്നും നിങ്ങൾക്ക് നല്ലതുകൾ മാത്രമേ സംഭവിക്കുകയുള്ളൂ. അമ്മയെ പ്രാർത്ഥിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ, വലിയ ജീവിത വിജയം വന്നു ചേരും. ആഗ്രഹങ്ങൾ ഒക്കെ സാധ്യമാകും. ഈ 5 നക്ഷത്ര ജാതകർക്ക് ഇനി അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും സമയമാണ്. പലപ്പോഴും നമ്മൾ പറയുന്ന കാര്യമാണ്, ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു ഗതി ഉണ്ടാകുമോ എന്ന്. കഷ്ടപ്പെടേണ്ടതൊക്കെ കഷ്ടപ്പെട്ടു, അനുഭവിക്കേണ്ടതെല്ലാം അനുഭവിച്ചു,
കേൾക്കേണ്ട അപമാനങ്ങളും പലയിടത്തു നിന്നും പല രീതിയിലുള്ള പല ദുഷിപ്പുകളും നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ചെവിയിൽ വന്നു പതിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനി ഇതൊക്കെ മാറി ഒരുപാട് സാമ്പത്തിക ഉയർച്ചയിലേക്ക് എത്തും. അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ്. 1199 കുംഭമാസം 1-ാം തീയതി മുതൽ ഈ നക്ഷത്ര ജാതകർക്ക് അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും സമയമായിരിക്കും. വസ്തുവകകൾ വാങ്ങുവാൻ സാധിക്കും. കടങ്ങളുണ്ടെങ്കിൽ കടങ്ങളൊക്കെ തീരും. സ്വസ്ഥതയുണ്ടാകും, സമാധാനമുണ്ടാകും. തൻ്റെ ജീവിതത്തിൽ ആരൊക്കെ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്താലും ഇവർക്കൊരു കുന്തവും ഏക്കില്ല. അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും കാർത്തിക നക്ഷത്ര ജാതകർ എത്തുന്ന സമയമാണ്. ഇവരുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ വന്നു ചേരും. ആഗ്രഹങ്ങളൊക്കെ സഫലമാകും. ദുരിതവും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് ഈ നക്ഷത്രജാതകർ പോകും. എന്ത് കാരണം കൊണ്ടാണോ ഇവർ വിഷമിക്കുന്നത് ആ കാരണങ്ങളൊക്കെ മാഞ്ഞു പോകും. അമ്മ മഹാമായയുടെ അനുഗ്രഹം നിങ്ങൾക്ക് വന്നു ചേരും. അമ്മ മഹാമായയുടെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടും. മുത്തുമാരി അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരും. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ നിറവേറ്റും. ഭാഗ്യത്തിലേക്കാണ് നിങ്ങൾ കടക്കുന്നത്. നിങ്ങളുടെ സമയം തെളിയുന്നു. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ അതുകൊണ്ട് തന്നെ സാധ്യമാകും. കാർത്തിക നക്ഷത്ര ജാതകർക്ക് നല്ല സമയമാണ്. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം. അവിടെ കൂവളമാല സമർപ്പിക്കണം. ധാര നടത്തുക. ഇതൊക്കെ ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തണം. രോഗമറിയാതെ ചികിത്സിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം, കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തണം. അവിടെ നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകളൊക്കെ നടത്തുക. കുടുംബക്ഷേത്രത്തിൽ ഒരു വിളക്ക് കത്തിച്ചാൽ മാത്രം മതി. നിങ്ങളുടെ സകല സങ്കടങ്ങളും മാറും. ആഗ്രഹങ്ങളൊക്കെ സാധിക്കും. കാർത്തിക നക്ഷത്ര ജാതകർക്ക് 1199 കുംഭമാസം 1-ാം തീയതി മുതൽ ഭാഗ്യമാണ്, ഉയർച്ചയാണ്. അമ്മേ മഹാമായേ എന്നൊന്ന് കമന്റ് ബോക്സിൽ കുറിച്ചേക്കുക. തീർച്ചയായും വലിയ സൗഭാഗ്യങ്ങൾ, വലിയ നേട്ടങ്ങൾ നിങ്ങളെ തേടി വരും. അടുത്ത നക്ഷത്രം കാർത്തികയാണ്. എന്താണോ മനസ്സിൽ ഉദ്ദേശിച്ചത്, എന്ത് കാര്യത്തിനാണോ നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നത്, ആ കാര്യം നടന്നു കിട്ടും. സാമ്പത്തിക ഉയർച്ചയുണ്ടാകും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും. വിഷമതകൾ ഉള്ളതൊക്കെ അതൊക്കെ മാറ്റിത്തരും ഭഗവാൻ ഗുരുവായൂരപ്പൻ. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം രോഹിണി നക്ഷത്ര ജാതകർക്കുണ്ട്. വല്ലപ്പോഴുമൊക്കെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒന്ന് ദർശനം നടത്തുക, പ്രാർത്ഥിക്കുക. കണ്ണനെ പോയി കാണുക. ഗുരുവായൂരപ്പനെ കണ്ട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയും. ഇനി നിങ്ങളുടെ സമയമാണ്, നിങ്ങളുടെ ഉയർച്ചയുടെ സമയമാണ്, നിങ്ങളുടെ നേട്ടത്തിൻ്റെ സമയമാണ്, സമ്പൽ സമൃദ്ധിയിലേക്ക് പോകുന്ന സമയമാണ്. രോഹിണി നക്ഷത്ര ജാതകർക്ക് ദുഃഖങ്ങളൊക്കെ മാറും. പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്, ഇനി തനിക്ക് എന്തൊരു ജീവിതം, ഇനി താൻ എന്തിന് ജീവിക്കുന്നു? കഷ്ടപ്പെടേണ്ടതൊക്കെ കഷ്ടപ്പെട്ടു. മരണത്തെ പോലും മുഖാമുഖം കണ്ടിട്ടുള്ള നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം. അവിടുന്ന് ഒക്കെ രക്ഷപ്പെട്ടില്ലേ? പല വിഷമതകളിൽ നിന്നും ഭഗവാൻ രക്ഷിച്ചില്ലേ? ഇനി നിങ്ങളെ രക്ഷിക്കാൻ ഭഗവാന്റെ കരങ്ങളുണ്ട്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിലൊന്ന് ദർശനം നടത്തണം. കഴിഞ്ഞില്ല എങ്കിൽ അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ പാൽപ്പായസവും ഭാഗ്യസുക്ത പുഷ്പാഞ്ജലിയും നടത്തുക. തീർച്ചയായും വലിയൊരു മാറ്റം വന്നു ചേരും. നിങ്ങളിപ്പോൾ നിങ്ങളുടെ മനസ്സിലെ ഒരു ആഗ്രഹം ചിന്തിക്കൂ. ആ ആഗ്രഹം നടന്നു കിട്ടും. ഭഗവാന്റെ തുണ കൊണ്ട് ഭഗവാൻ നിങ്ങളെ രക്ഷിക്കും. ഭഗവാൻ നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. കണ്ണാ എന്നൊന്ന് കമന്റ് ബോക്സിൽ കുറിച്ചേക്കുക. ഓം നമോ നാരായണ എന്നൊന്ന് കമന്റ് ബോക്സിൽ കുറിച്ചേക്കുക. തീർച്ചയായും വലിയ സൗഭാഗ്യങ്ങൾ, വലിയ നേട്ടങ്ങൾ നിങ്ങളെ തേടി വരും. അടുത്ത നക്ഷത്രം ആയില്യമാണ്. കഷ്ടതകളുടെ ഒരു കൂമ്പാരമായിരുന്നു ആയില്യം നക്ഷത്രം. അനുഭവിക്കാൻ ഇനി വല്ലതും ബാക്കിയുണ്ടോ? എല്ലാം അനുഭവിച്ചില്ലേ? ഒറ്റപ്പെടുത്തിയില്ലേ? കുറച്ചു നാളുകളായി ഒരുപാട് സങ്കടങ്ങളല്ലേ? ധനനഷ്ടമല്ലേ? ധനം വരുന്നുണ്ടോ? ഇല്ലല്ലോ. പക്ഷേ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാകും. നിങ്ങളുടെ സമയം തെളിയുന്നു. നിങ്ങളുടെ നേരം നല്ലതാകുന്നു. നേരം നല്ലതാകുമ്പോൾ
നമുക്കൊരുപാട് ഉയർച്ച വന്നു ചേരും. ഗ്രഹസ്ഥിതിയിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് നമ്മെ ഒരുപാട് ഭാഗ്യത്തിലേക്ക് എത്തിക്കുന്നത്. എഫോർട്ട് എടുക്കുക, തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കും. ആയില്യം നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയിലേക്ക് എത്താൻ സാധ്യമാകും. ഉറപ്പായും നിങ്ങൾ എത്തിയിരിക്കും. നോക്കിക്കോ, ഭാഗ്യമാണ്. നാഗരാജ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. തീർച്ചയായും നിങ്ങൾക്ക് ഭാഗ്യമാണ്. മണ്ണാർശാലയിലൊക്കെ ദർശനം നടത്താൻ കഴിയുന്നവർ മണ്ണാർശാലയിലൊക്കെ പോയി ദർശനം നടത്തുക. വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക. ഇതൊന്നും കഴിഞ്ഞില്ല എങ്കിൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടെ ഒരു പുള്ളുവൻ പാട്ട് പാടിക്കുക. അതൊക്കെ വലിയ മാറ്റമായിരിക്കും ആയില്യം നക്ഷത്ര ജാതകർക്ക് വന്നു ചേരാൻ പോകുന്നത്. ആയില്യം ഭാഗ്യമാണ്, ആയില്യം നേട്ടമാണ്, ആയില്യം ഉയർച്ചയാണ്, ആയില്യത്തിന് ഇനി ധനാഗമനമാണ്. കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്താൻ മറക്കേണ്ട. അടുത്ത നക്ഷത്രം അത്തമാണ്. അത്തം പൊന്നത്തം. അത്തം എവിടെയുണ്ടോ അവിടെയൊക്കെ ധനം വന്നു ചേരുമെന്നാണ്. ശരിയായ വഴിപാടുകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന അത്തം നക്ഷത്ര ജാതകർക്ക് എന്നും സൗഭാഗ്യം തന്നെയായിരിക്കും. ജീവിതത്തിലെ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറിക്കിട്ടും അത്തം നക്ഷത്ര ജാതകർക്ക്. അത്തം പൊന്നത്തം. അത്തം എവിടെയുണ്ടോ ആ വീട്ടിലൊക്കെ സന്തോഷമുണ്ട്, സമൃദ്ധിയുണ്ട്. പക്ഷേ ചില കാലക്കേടുകളൊക്കെ ഉണ്ടാകാം. പക്ഷേ അതൊക്കെ മാറും. ഒരു സമയമുണ്ട്. ആ സമയമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കുംഭമാസം 1-ാം തീയതി 1199 കുംഭമാസം 1-ാം തീയതി മുതൽ കുംഭം പിറക്കുമ്പോൾ അത്തം നക്ഷത്രത്തിന് ഭാഗ്യത്തിൻ്റെ സമയം തന്നെയായിരിക്കും. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോകണം, തുളസിമാല കണ്ണന് ചാർത്തണം, പാൽപ്പായസം നടത്തണം, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തണം, ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി നടത്തണം. ഒരുപാട് പ്രശ്നങ്ങളുള്ള സമയമാണ്. ഒരുപാട് ദോഷ സമയമാണ്. പലപ്പോഴും പലരുമായിട്ടും വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നു. വീട്ടിൽ തന്നെ ഒരു സ്വസ്ഥതയില്ല, സമാധാനമില്ല, സന്തോഷമില്ല. അതൊക്കെ മാറും. ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി നടത്തുക, കണ്ണന് സമർപ്പിക്കുക. സങ്കടങ്ങളൊക്കെ മാറണമേ എന്ന് ആ തിരുനടയിൽ ചെന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ മാറും. നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കണം. ജാതകം പരിശോധിച്ചതിന് ശേഷം അതിലെ ഗ്രഹസ്ഥിതികളൊക്കെ പരിശോധിച്ചതിന് ശേഷം ചില കാര്യങ്ങൾ ചെയ്യുക. അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് നേട്ടം വന്നു ചേരും. ജാതകം പരിശോധിക്കുവാൻ വേണ്ടി നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അത്തം നക്ഷത്ര ജാതകർക്കിനി ഭാഗ്യത്തിൻ്റെ സമയം തന്നെയാണ്. അടുത്ത നക്ഷത്രം ചോതിയാണ്. ചോതിക്ക് 1199 കുംഭമാസം 1-ാം തീയതി മുതൽ ഈ വർഷത്തിലെ ഏറ്റവും നല്ല ഫലങ്ങൾ ലഭിച്ചു തുടങ്ങും. നന്നായിട്ട് പരിശ്രമിക്കുക, നന്നായിട്ട് സമയം ചെലവഴിക്കുക. അധ്വാനിക്കുന്നവനെ എവിടെയും ഉയർച്ചയുള്ളൂ. ഇത് മനസ്സിലാക്കുക. ചോതി നക്ഷത്ര ജാതകരുടെ കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ വിഷമതകളും ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ അങ്ങ് മാറ്റിവെക്കുക. രക്ഷപ്പെടാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് കുതിക്കുക. തീർച്ചയായും ചോതി നക്ഷത്ര ജാതകർ രക്ഷപ്പെടും. എഴുതി വെച്ചോ, നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. 1199 കുംഭമാസം 1-ാം തീയതി മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല കാര്യം സംഭവിക്കും. തകർച്ചയിൽ നിന്നും വിജയത്തിലേക്കെത്തും. വലിയൊരു ഉയർച്ച തന്നെയായിരിക്കും. പക്ഷേ അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം. നിങ്ങൾക്കതിന് കഴിയുമെങ്കിൽ തീർച്ചയായും രക്ഷിക്കാനുള്ള ഈശ്വരൻ്റെ കരങ്ങൾ നീണ്ടുവരും നിങ്ങളുടെ നേർക്ക്. മഹാദേവൻ്റെ കരങ്ങൾ വരും. ഓം മഹാദേവ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക. മഹാദേവൻ നിങ്ങളെ രക്ഷിക്കും. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കും. ആഗ്രഹിച്ചത് എന്തും നിങ്ങൾ നേടിയെടുക്കും. ഇനി നിങ്ങളുടെ സമയമാണ്, നിങ്ങളുടെ ഉയർച്ചയുടെ സമയമാണ്. ചോതി നക്ഷത്ര ജാതകരുടെ സമ്പൽ സമൃദ്ധിയുടെ സമയമാണ്. ഈ പറഞ്ഞ നക്ഷത്ര ജാതകരൊക്കെയും മഹാദേവനെ പ്രാർത്ഥിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.